താനെന്തോ ഫോൺ എടുക്കാത്തത്? തായിരിക്കേ, ഞാൻ ഇരിക്കാമെന്നതല്ല, തന്റെ കൂട്ടുകാരനെ പേരില് അവന്മാര് എനിക്കിട്ടും പണത്. എന്ത് പണി? എന്റെ വീട്ടിൽ ഇന്നലെ രാത്രി ഒരു മോഷണം നടന്നേ. അവിടെ അമ്മ കയറിയോ? കാശും എന്റെ കുറെ ഡോക്യുമെന്റ്സും കൊണ്ടുപോയി. ഇവിടെ അമ്മ ഇന്നലെ ഇവിടെയും കയറി. എന്റെ ഭാര്യയുടെ താലിമാല ഉൾപ്പെടെ കൊണ്ടുപോയി. തന്നോടല്ലാതെ വിവരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലേ. നാണക്കേടായതുകൊണ്ട് സ്റ്റേഷനിലും അറിയിച്ചില്ല. എന്നിട്ട് തന്റെ വൈഫ് അവിടെ? ഒരു ഇടിവെട്ടും പേമാരി ഒരുമിച്ച് പെയ്തിട്ട് അകത്ത് പോയി തളർന്ന് കിടപ്പുണ്ട്. എന്തുവാണ് ഇത്? ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇത്രയും സാങ്കേതിക വിദ്യയും CCTV ഒക്കെ ഉണ്ടായിട്ട് ഇതുവരെ അവന്മാരെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ വേറെ വല്ല പണിക്കും പോടോ. താനൊന്ന് പതുക്കെ പറഞ്ഞേ. ഈ പോലീസ് ജോലി വേണ്ട വേണ്ടെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാ. ദേ, എന്റെ 7 പവന്റെ മാല പോയത്. അതെനിക്കിന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടണം, പറഞ്ഞേക്കാം. തന്നോട് ഇത്ര പക തോന്നാൻ താൻ എന്തു ദ്രോഹോടോ അവർക്ക് ചെയ്തത്? താൻ നോക്കോ, ഈ ആഴ്ച ഞാൻ അവരെ പൊക്കിയില്ലെങ്കിൽ എന്റെ തൊപ്പി ഞാൻ ഊരി വെക്കും. ഇക്കണക്കിന് പോയാലേ ഊരേണ്ടി വരില്ല, സാറുമാര് ഊരി മേടിച്ചോളും. താൻ എഴുന്നേറ്റേ, പരാതി എഴുതന്നോ? അല്ല, അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്നറിയാം, എന്നാലും. ഇതാണ് സിയുടെ ആത്മാർത്ഥ സുഹൃത്ത് സണ്ണിയുടെ വീട്. ഇത് അടുക്കള വഴി. ഇവിടെ ഒരു പട്ടിക്കൂടുണ്ട്. ഇതാ ഇവിടെ. അപ്പൊ നമുക്കേ ഈ വണ്ടി ഇടവഴിയിൽ എവിടെയെങ്കിലും ഒതുക്കേണ്ടി വരും. കാരണം ഈ വീട്ടിൽ CCTV ഉള്ളതുകൊണ്ട് കുറച്ച് ദൂരെ മാറ്റി നിർത്തേണ്ടി വരും. അപ്പം അടുത്തേര നമ്മുടെ ദുബായിക്കാരൻ സണ്ണി. എന്തായാലോ ആ പോക്സോ കേസിന്റെ കാര്യം? പിന്നെ താനൊക്കെ എന്തിനാടോ തൊപ്പിയും വെച്ച് നടക്കുന്നത്? ഇന്ന് 4 മണിക്ക് മുമ്പായി ആ റിപ്പോർട്ട് എന്റെ ടേബിളിൽ എത്തിയിരിക്കണം. പറഞ്ഞ കേട്ടല്ലോ. സാർ, തന്റെ തൊപ്പി താൻ തന്നെ ഊരി തരുന്നോ അതോ? സാർ, അത് തനിക്കെതിരെ നടപടിയെടുക്കാത്തതിന് മോളിൽ നിന്ന് എന്തുമാത്രം പ്രഷർ എനിക്കുണ്ടെന്ന് അറിയാവോ? ആ ADGP വിളിക്കാത്ത ദിവസങ്ങളില്ല. താൻ എന്റെ ഫാമിലി ഫ്രണ്ട് ആയിപ്പോയി. അതൊരു സൗകര്യമായിട്ട് താൻ കാണരുത്. എന്റെ സാറേ, ഈ കള്ളന്മാർ അത്ര നിസ്സാരക്കാരൊന്നുമല്ല. സാറിനറിയാലോ, ഈ CCTV ഫുട്ടേജ് വെച്ചിട്ട് നമ്മൾ മിക്ക കേസുകളും തെളിയിച്ചിട്ടുള്ളത്. പക്ഷെ ഇവന്മാരിവിടെ ആ പഴുതും അടച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്റെ കഴിവിന്റെ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. എനിക്കൊരു ഒരാഴ്ച കൂടെ സാറതാ. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അമ്മരെ പോകും. മതി. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. ഇന്നലെ തന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാടോ മോഷണം പോയത്? എന്തൊരു നാണക്കേടാടോ ഇത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓർമ്മയുണ്ടല്ലോ, only 1 week. സാർ, താനെന്ത് കോപ്പിലെ പണിയാണോ കാണിച്ചത്? കോപ്പിലെ പണിയോ? ഞാനോ? ഇവിടെ എന്റെ വീട്ടിൽ മോഷണം നടന്ന കാര്യം ആരോടും പറയരുതെന്ന് തന്നോട് ഞാൻ പറഞ്ഞല്ലേ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ആ കാര്യം കമ്മീഷണർ എങ്ങനെ അറിഞ്ഞ? തന്റെ വീട്ടിലെ മോഷണം കമ്മീഷണർ പറഞ്ഞോ? എങ്കിൽ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാവും. കള്ളൻ കപ്പലിൽ തന്നെ കാണുമെന്നോ? ആ, തന്റെ ഭാര്യ. നിങ്ങൾ ഫാമിലി സുഹൃത്തുക്കളല്ലേ? ആ, ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് തന്നെ പോകും മോനെ. അതെന്നാ വർത്താനം? 2 ദിവസം നിന്നിട്ട് പോയാൽ മതി രണ്ടുപേരും. അതുകൊണ്ടാ വീട് 2 ദിവസമായിട്ട് അടച്ചിട്ടേക്കാ. നാട്ടിലാണെ ഭയങ്കര കള്ളന്മാരുടെ ശല്യം. അപ്പൊ പോണം. ഞങ്ങൾ ഇന്ന് തന്നെ മടങ്ങും മോനെ. ശരി എന്നാ. എന്റെ അമ്മേ, അപ്പനെ അമ്മേനും പറഞ്ഞു പോകാനുള്ള തിടുക്കം കണ്ടില്ലേ? ആർക്കും ഒന്നും മനസ്സിലാകത്തില്ലെന്ന് അവളുടെ വിചാരം. സണിച്ചായ ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം എടുത്തിട്ടില്ലേ? കണ്ടില്ലേ, ഞാൻ പോകാൻ നോക്കിയിരിക്കുകയായിരുന്നു അവൾ കാമുകനെ വിളിക്കാൻ. എന്റെ മേരി, ഇന്ന് നമ്മുടെ ഹണിമൂണാ. അടുക്കള വാതിൽ കുറ്റിയിടല്ലേ?
പറഞ്ഞ പോലെ അടുക്കള വാല് തുറന്നിട്ടിട്ടുണ്ടല്ലോ. മേരി, എടീ ദേവലോക നർത്തകി, നിന്നെയും നിന്റെ ഇന്ദ്രനെയും ഞാനൊന്ന് കാലപുരിക്കൂ കൂടി. മേരി, മേരി. എന്തായാലും മുൻവാതിൽ കൂടെ വരുള്ളൂ. പട്ടിയെ തുറന്നു വിട്ടിട്ടില്ല. ഡാൻസും കളിച്ച് കാമുകനെ നോക്കിയിരിക്കുക. രണ്ടിനും ഞാൻ കൊന്നു. മേരി, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ പറഞ്ഞല്ലേ ചേച്ചി ഉറങ്ങിട്ട് വിളിക്കാന്ന്. ഞാൻ ആ പറമ്പിൽ നിന്നിട്ട് കൊതുകടി കൊണ്ട് എന്റെ പകുതി ചോര പോയി. പിന്നെ നിന്നാ കൊതുകടിച്ചെന്റെ ബാക്കി ചോരം പോകും. പിന്നെ ഞാനിങ്ങനെ വന്നിട്ട് ഒരു കാര്യമില്ല. എന്തിനാ പറമ്പൊഴി വന്നേ? ആ ചെറിയ ഗേറ്റ് ഞാൻ പൂട്ടിയിട്ടില്ലായിരുന്നല്ലോ. ഛേ, നീ ഇങ്ങനെ മണ്ടത്തരം പറയില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നേരെ വഴി വരാൻ പാടില്ല. അതിന് വളഞ്ഞ വഴിയെ വന്നം. മുല്ലപ്പോക്കിന് നീങ്ങി വന്നേ. ആക്രമണം കാണിക്കല്ലേ? ഞാൻ ചേച്ചി ഉറങ്ങിയോ നോക്കിട്ട് വരാം. ഓ, ഇതിനെന്തിനാ ചേച്ചി? നമ്മൾ രണ്ടുപേരും പോരെ? അവരറിഞ്ഞ എല്ലാം കഴിഞ്ഞു. എന്താ കാര്യം ചെയ്യ്, ഇവിടെ കയറിയിരിക്കെ. ഞാൻ പോയി നോക്കിട്ട് വരാം. അല്ല, ഞാൻ വരാം. ഞാൻ പോയിട്ട് വരാം. പെട്ടെന്ന് വരില്ലേ? പെട്ടെന്ന് വരാം. കഥ കളിക്ക്.